സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ റോഡ് ഷോ ഉണ്ടായിരുന്നു. അതിനുശേഷം മന്ത്രി പി രാജീവ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഒപ്പം കളമശ്ശേരി താങ്കളുടെ ഒരു ഇനിഷ്യേറ്റീവാണ്. ഇപ്രാവശ്യവും ഒപ്പം കളമശ്ശേരി ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണോ താങ്കൾ? അതെ, ഇതുവരെ കളമശ്ശേരിക്ക് തന്നെ ഒപ്പമായിരുന്നു. ഇനി കളമശ്ശേരിയും എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കഴിയാവുന്ന അത്ര കാര്യങ്ങൾ പരമാവധി ജനങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പറയുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ചില പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. ആ തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയണമെങ്കിൽ ഒരു തുടർച്ച ഇവിടെയും അനിവാര്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടാണ്. കേവലം ഏതെങ്കിലും ഒരു പാലം അല്ലെങ്കിൽ റോഡ് എന്നതിനപ്പുറത്തേക്ക് സർവതല സ്പർശിയായ ഒരു വികസനം. അതോടൊപ്പം തന്നെ ഒരു ജനപ്രതിനിധിയായി എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും. മത്സരം വരെയാണ് മുന്നണിയുടെ സ്ഥാനാർത്ഥി. മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്കും മറ്റൊരു ജനപ്രതിനിധി അവരുടേതായി നിയമസഭയിൽ ഉണ്ടാവില്ല. ആ കാഴ്ചപ്പാടാണ് തുടക്കം മുതൽ എല്ലാവരോടും ചേർത്ത് പിടിച്ചു പോകാൻ എനിക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. അത് UDF ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. എല്ലാവരുടെയും പ്രതിനിധി എന്ന നിലയിലേക്ക് മാറാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിനകത്തേറെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഒപ്പം തന്നെ കുഞ്ഞുങ്ങൾ മുതൽ കർഷകർ, തൊഴിലാളികൾ, ചെറുപ്പക്കാർ, ഇങ്ങനെ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, സമസ്ത മേഖലകൾക്കൊപ്പം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷകരമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ ഭരണം, അത് സംബന്ധിച്ചുള്ള വികസന കാര്യങ്ങൾ, ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ ജനങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിന് ഒരു തുടർച്ച ഉണ്ടാകേണ്ടതുണ്ട് എന്നത് അനിവാര്യമായ ഒരു മുന്നുപാധിയാണ്. അത് ജനങ്ങൾ ആ ഒരു ഘടകം കൂടി ഇവിടെ പ്രവർത്തിക്കും. പിന്നെ കളമശ്ശേരിയോട് എനിക്ക് പ്രത്യേക നന്ദിയുള്ളത്, കളമശ്ശേരിക്കാർ എന്നെ തിരഞ്ഞെടുത്ത് വിജയിപ്പിച്ച് MLA ആക്കിയത് കൊണ്ടാണ് ഒരു മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത്. അത് കേരളത്തിലെ വ്യവസായ മേഖലയിൽ നല്ല രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഒരു ഘട്ടത്തിലും എതിർ സ്ഥാനാർത്ഥിയെ കേന്ദ്രീകരിച്ചുകൊണ്ടോ എതിർ സ്ഥാനാർത്ഥിയെ ബന്ധപ്പെടുത്തിക്കൊണ്ടോ പ്രചരണ രീതി സ്വീകരിക്കുന്ന നിലയല്ല ഉള്ളത്. നമ്മൾ എന്ത് ജനങ്ങളോട് പറഞ്ഞു, എന്താണ് ചെയ്യാൻ ശ്രമിച്ചത്, ചിലപ്പോൾ നമുക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇന്ന കാരണം കൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഇന്ന കാരണം കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ചിലത് തുടങ്ങി വെച്ചത് എന്താണ്, അതെല്ലാം ജനങ്ങളോട് പറയുക. ഏറ്റെടുത്ത കാര്യങ്ങൾ, മന്ത്രി എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, MLA എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, ഇതെങ്ങനെ ഈ നാടിന് മാറ്റമുണ്ടാക്കാൻ സഹായകരമായി. അതുപോലെ തന്നെ മതനിരപേക്ഷ കേരളം എങ്ങനെ ഒരു വർഗീയ കലാപങ്ങളും ഇല്ലാതെ എല്ലാ വിഭാഗം ആളുകളും ഒരേപോലെ സ്വസ്ഥതയോട് ജീവിക്കുന്നൊരിടമായി മാറ്റുന്നതിൽ നമുക്ക് എത്രമാത്രം കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിയമമന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ ഏക കിടപ്പാടം സംരക്ഷിക്കാൻ കൊണ്ടുവരുന്ന നിയമം, സേവനാവകാശ നിയമം, ഇതെല്ലാം തന്നെ എങ്ങനെയാണ് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുക. അപ്പോൾ അതെല്ലാം കണക്ക് കൂട്ടുമ്പോൾ ചെയ്ത കാര്യങ്ങൾ തന്നെ വിശദീകരിക്കാൻ വേണ്ടത്ര സമയമില്ലാതെ വരുമെന്നതാണ് യാഥാർത്ഥ്യം. അതിൽ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും എൻ്റെ പ്രവർത്തനം എന്നുള്ളത്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ഈ ദുർഭരണം അവസാനിക്കാൻ ഇനി ഇത്ര ദിവസമെന്നാണ് പറഞ്ഞത്. UDF നേതാക്കളൊക്കെ തന്നെ പറയുന്നത് തെരഞ്ഞെടുപ്പ് നേരത്തെ ആയത് നന്നായി, കാരണം അത്രയും ദിവസമല്ലേ ഈ സർക്കാർ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതായത് കോൺഫിഡൻസ് അറ്റ് ഇറ്റ്സ് പീക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതുപോലെയാണ് UDF നേതാക്കൾ. ശരീരഭാഷയിലൊന്നും അതങ്ങനെ കാണുന്നില്ല. തുടക്കത്തിൽ തന്നെ ആത്മവിശ്വാസം അവരുടെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്ന് മാത്രമല്ല, ഇപ്പം തന്നെ നോക്കുക എത്രമാത്രം തർക്കങ്ങളാണ് അവർക്കിടയിൽ. അതെല്ലാം തന്നെ ജനങ്ങൾ കാണില്ലേ. പിന്നെ അവർ ഈ പുതിയ കാലം എന്നൊക്കെ പറഞ്ഞോടുകൂടി ഇരുണ്ട യുഗം ഓർക്കുമെന്ന് സഹായകരമായി. അവരുടെ വാദം എങ്ങനെയായിരുന്നു, അത് ഞങ്ങൾക്ക് ശരിക്കൊരു വാതിലായിരുന്നു. ഈ പഴയതും പുതിയതും സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കുമെന്ന് സഹായകരമായി. എന്തായാലും മന്ത്രി പി രാജീവാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അദ്ദേഹം മണ്ഡലത്തിലേക്ക് സജീവമായി ഇറങ്ങുകയാണ്. ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.